കഴിഞ്ഞ മെയ് മാസം കേരള തീരത്ത് മുങ്ങിയ MSC എൽസ 3 കപ്പലിനെ പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. അറബിക്കടലിൽ മുങ്ങിയ ആ കപ്പലിലെ അപകടകരമായ ചരക്കുകൾ കേരളത്തിന്റെ കടലോരം ചേർന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്. ഗുരുതര പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് കടലിൽ ഉപേക്ഷിച്ച് ഉത്തരവാദപ്പെട്ടവർ മടങ്ങിയത്. ചരക്കുകൾക്ക് പുറമെ കണ്ടെയ്നറുകളും അവശിഷ്ടങ്ങളും കടലിൽ തുടരുന്നതോടെ മത്സ്യത്തൊഴിലാളികളും തീരാദുരിതത്തിലാണ്. കാണാം ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി തയ്യാറാക്കിയ റിപ്പോർട്ട്. മെയ്യിലാണ് MSC എൽസ 3 എന്ന കപ്പൽ തോട്ടപ്പള്ളി തീരത്ത് നിന്ന് 14.5 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽപ്പെടുന്നത്. പിന്നീട് തുടർച്ചയായ ദിവസങ്ങളിൽ കപ്പലിലെ കണ്ടെയ്നറുകളും ചരക്കുകളും കേരള തീരത്തേക്ക് അടിഞ്ഞു തുടങ്ങി. അന്ന് ഉപേക്ഷിച്ചു പോയ അപകടകരമായ ചരക്കുകളടക്കം ഇന്നും കടൽ തട്ടിൽ തുടരുകയാണ്. ലൈബീരിയൻ ചരക്കു കപ്പലായ MSC എൽസ 3-യിലുണ്ടായിരുന്ന കാൽസ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളാണ് കേരള തീരത്ത് കടലിന്റെ അടിത്തട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. മാസം 9 പിന്നിട്ടിട്ടും വാക്കു പാലിക്കപ്പെട്ടില്ല. അവശിഷ്ടങ്ങൾ നീക്കാനെത്തിയ സാൽവേജ് സംഘവും മടങ്ങി. അവശിഷ്ടങ്ങൾ നീക്കുന്നതിനെക്കുറിച്ച് പുതിയ വിവരങ്ങളൊന്നുമില്ലെന്ന മറുപടിയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നത്. ഒരു വശത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മറുവശത്ത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും ദുരിതത്തിൽ. നമുക്ക് വല കടലിലേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ വല കീറി ലക്ഷക്കണക്കിന് രൂപയുടെ വലയാണ്. 5-10-15 ലക്ഷം രൂപയുടെ വലയാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഇത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ തോട്ടപ്പള്ളി കൊണ്ടുപോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർ നേരെ കൊച്ചിയിലേക്കാണ് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇമെയിൽ ID തന്ന് വിടുന്നത്. അപ്പോൾ അവർക്ക് ഇതിനുള്ള ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. കൊണ്ടുവന്ന് കടലിൽ ഇതെല്ലാം കൂടി കൊണ്ടുവന്ന് തട്ടിയിട്ട പോലെ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് തീരത്ത് ആർക്കും മീൻ പിടിക്കാൻ പോകാത്ത അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടെയ്നർ വളർത്തുമ്പോൾ ഭയങ്കര രൂക്ഷമാണ്. കാരണം മനസ്സിലുള്ള ഒത്തിരി ലക്ഷങ്ങളുടെ വില പോയിട്ടുണ്ട്. സംരക്ഷിക്കാൻ ആരുമില്ല. കാരണം അപേക്ഷ കൊടുക്കുന്നുണ്ട്. കാരണം ഇതുവരെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ നഷ്ടങ്ങളുണ്ട്. പിന്നെ ഈ തീരപ്രദേശം കണ്ട ഇവിടെ 600 മീറ്ററോളം അകലം പോയ കടൽത്തീരമാണ്. ഇതിപ്പോൾ ഈ കഴിഞ്ഞ വർഷം കടൽ കയറി കാറ്റാടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. MLMമാർ എല്ലാവരും ഉണ്ട്. ആരും നോക്കിയിട്ടില്ല. ഇവിടെ പുലിമുട്ട് സംരക്ഷിച്ചാൽ മാത്രമേ ഈ തീരദേശം സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കരച്ചിലും പോലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മാധ്യമങ്ങളെല്ലാം വന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടെയ്നറും ഈ കാറ്റാടിയുടെ ഉടക്കം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഒത്തിരി വല നഷ്ടപ്പെടുന്നുണ്ട്. ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന ഈ മേഖല കൊണ്ട് ഉപജീവനം നടത്തി കുടുംബം പുലർത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആ അവശിഷ്ടങ്ങൾ നീക്കിക്കൊടുക്കാതെ കൊണ്ട് അവൻ്റെ തൊഴിലുപകരണങ്ങൾ സംരക്ഷിക്കാൻ കഴിയത്തില്ല. പാരിസ്ഥിതിക പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ച് കേരളം നഷ്ടപരിഹാര ഹർജി ഫയൽ ചെയ്തിരുന്നു. 9,531 കോടി രൂപയാണ് സർക്കാർ തേടിയത്. എന്നാൽ 125 കോടി രൂപയിലേക്ക് നഷ്ടപരിഹാരം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട കപ്പൽ കമ്പനി ഹൈക്കോടതിയിൽ മറ്റൊരു ഹർജിയും നൽകി. കപ്പൽ മുങ്ങിയ സ്ഥലം കേരളത്തിന്റെ കടൽ അധികാര പരിധിയിലല്ലെന്നാണ് നഷ്ടപരിഹാര തുക നിഷേധിക്കാനായി കപ്പൽ കമ്പനി വാദിക്കുന്നത്. കപ്പൽ അപകടം നടന്ന മാസങ്ങൾ പിന്നിട്ടിട്ടും മനുഷ്യനും പരിസ്ഥിതിക്കും ഒരേപോലെ വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങളാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാരുകൾ അടിയന്തര ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നാട് നേരിടാൻ പോകുന്നത് ദൂരവ്യാപക പ്രത്യാഘാതങ്ങളായിരിക്കും. ആലപ്പുഴയിൽ നിന്ന് ശിവൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.